34 രാഷ്ട്രീയ റൈഫിൾസ് കുൽഗാമിലെ സെന്റിനലുകൾ. നമ്മുടെ സൈന്യം കാശ്മീരിൽ എന്താണ് ചെയ്യുന്നത്? പാകിസ്ഥാൻ അയക്കുന്ന ഭീകരവാദികളോട് പോരാടി രാഷ്ട്രത്തെ രക്ഷിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അവർ കാശ്മീരിൽ ശരിക്കും എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിപ്പോൾ സൈനികരോടുള്ള മനോഭാവം മാറിയത്? സൈനികർ അത് നേടിയെടുത്തത് തോക്കിൻ കൊടലിലൂടെ അല്ല. സൈനികർ നേടിയെടുത്തത് ഇന്ത്യയുടെ വലിയ ആയുധശേഖരം കൊണ്ടല്ല. സൈനികർ നേടിയെടുത്തത് വിശ്വാസം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. കാശ്മീരിലെ 34 രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ വികാരാധീനമായ കുറിപ്പ് പങ്കുവച്ചത് കാശ്മീരിൽ തന്നെയുള്ള ഒരു NCC കേഡറ്റായ ഹാരൂൺ ഇംതിയാസ് ആണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. 34 രാഷ്ട്രീയ റൈഫിൾസ് കുൽഗാമിലെ സെന്റിനലുകൾ. ദക്ഷിണ കാശ്മീരിന്റെ ഹൃദയമെന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കുൽഗാം ആഴത്തിലുള്ള വികാരങ്ങളുടെ നാടാണ്. പോരാട്ടത്തിന്റെയും പ്രതീക്ഷയുടെയും കഥകൾ നിറഞ്ഞത്. ഈ മനോഹരമായ പ്രദേശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിരവധി ശബ്ദങ്ങൾ കേട്ടു. ചിലർ വേദനയാൽ നിറഞ്ഞിരിക്കുന്നു, പക്ഷേ മറ്റു പലരും മെച്ചപ്പെട്ട ഭാവിയിലുള്ള അഭിമാനത്തെയും വിശ്വാസത്തെയും കുറിച്ച് സംസാരിച്ചു. ഇന്ത്യൻ സൈന്യത്തിലെ 34 രാഷ്ട്രീയ റൈഫിൾസ് ഉദ്യോഗസ്ഥരുമായി, അഡ്ജസ്റ്റന്റ്, സെക്കൻഡ് ഇൻ കമാൻഡ്, കമാൻഡിംഗ് ഓഫീസർ എന്നിവരുമായി സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവരുടെ കഥകൾ കേട്ടതിന് ശേഷം ഒരു സന്ദേശം എനിക്ക് വ്യക്തമായി തോന്നി. കാശ്മീരിന്റെ യഥാർത്ഥ ആത്മാവ് ഐക്യത്തിന്റെയും അനുകമ്പയുടെയും ബഹുമാനത്തിന്റെയും സത്ത 34 രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നു. അവരുടെ ദൗത്യം ലളിതമാണെങ്കിലും ശക്തമാണ്. ഞങ്ങൾ ദക്ഷിണ കാശ്മീരിലാണ്. അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ കുടുംബമാണ്. കമാൻഡിംഗ് ഓഫീസർ മനോഹരമായ വാക്കുകൾ പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിലൂടെയാണ് ഞങ്ങളുടെ സന്തോഷം ഉണ്ടാകുന്നത്. അവരുടെ സന്തോഷങ്ങളുടെയും പോരാട്ടത്തെയും അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഒരു കപ്പ് ചായ കുടിക്കാൻ അവരുടെ വീടുകളിലേക്ക് സ്വാഗതം ചെയ്യപ്പെടും. നമുക്കത് ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ ഒരു കപ്പ് വിശ്വാസവും സ്നേഹവും മനസ്സിലാക്കലും വളർത്തിയെടുക്കുന്നതിനാലാണ്. തെറ്റുകൾ സംഭവിക്കാമെന്ന് അവർ തുറന്നു സമ്മതിക്കുന്നു, സൈന്യത്തിൽ നിന്ന് പോലും. പക്ഷേ എന്നെ ഏറ്റവും സ്പർശിച്ചത് അവരുടെ സത്യസന്ധതയും കേൾക്കാനും പഠിക്കാനും കാര്യങ്ങൾ ശരിയാക്കാനുമുള്ള അവരുടെ ശക്തമായ ആഗ്രഹവുമാണ്. ആളുകൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരട്ടെ. ഞങ്ങളെപ്പോഴും കേൾക്കുകയും സഹായിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. സിഒ ആത്മാർത്ഥമായ കരുതലോടെ പറഞ്ഞു. അവിടെയുള്ള എൻ്റെ കാലത്ത് ദക്ഷിണ കാശ്മീരിൽ നിന്നുള്ള നിരവധി യുവാക്കളെ ഞാൻ കണ്ടുമുട്ടി. ചിലർ ധൈര്യശാലികളായിരുന്നു. തീവ്രവാദത്തിനെതിരെ പോരാടാൻ സൈന്യത്തെ സഹായിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ഭയം ശത്രുവായിരുന്നില്ല, സമൂഹം എന്ത് പറയും എന്നതായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാനൊരു സൈനിക ഉദ്യോഗസ്ഥനോട് ജയ് ഹിന്ദ് പറഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴേക്കും ഞങ്ങളുടെ അയൽക്കാർ എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങളുടെ മകൻ എന്തിനാണ് സൈന്യത്തോടൊപ്പം നടക്കുന്നതെന്ന്. ഈ യുവാക്കളുടെ ഹൃദയത്തിൽ പ്രതീക്ഷയും സൈന്യത്തിൽ വിശ്വാസവുമുണ്ട്. പക്ഷേ വിധിയെക്കുറിച്ചുള്ള ഭയം അവരെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നു. 34 രാഷ്ട്രീയ റൈഫിൾ സമൂഹത്തെ സഹായിക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് കമാൻഡിംഗ് ഓഫീസറോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പ്രദേശം സന്ദർശിക്കൂ, ജനങ്ങളോട് സംസാരിക്കൂ. അവർ ഞങ്ങളെ തീവ്രവാദികൾക്ക് ഇരുമ്പ് മുഷ്ടി, ജനങ്ങൾക്ക് വെൽവെറ്റ് കയ്യുറ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അവരുടെ പ്രദേശത്ത് ഞാനൊരു സ്കൂൾ കണ്ടു. ഷഹീദ് ലഫ്റ്റനന്റ് ഉമർ ഫയാസ് ആർമി ഗുഡ്വിൽ സ്കൂൾ, ഷഹീബാഗ്. സമീപത്ത് ഇതിനകം നിരവധി സ്കൂളുകളുണ്ട്. പിന്നെ എന്തിനാണ് ആർമി മറ്റൊന്ന് ആരംഭിച്ചത്? ഉത്തരം വ്യക്തമായിരുന്നു, ലാഭത്തിന് വേണ്ടിയല്ല, വിശ്വാസത്തിന് വേണ്ടി. സ്കൂൾ ഒരു ലളിതമായ സന്ദേശം നൽകുന്നു, നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സ്കൂളിന് സമീപം നാട്ടുകാർക്ക് സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ഒരു മെഡിക്കൽ റൂമുണ്ട്. ഓപ്പറേഷൻ സദ്ഭാവനയിലൂടെ 34 രാഷ്ട്രീയ റൈഫിൾസ് ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും പിന്തുണയ്ക്കുന്നു. അവർക്ക് മെച്ചപ്പെട്ട ജീവിതത്തിനുള്ള അവസരം നൽകുന്നു. അവരുടെ ഏറ്റവും ശക്തമായ ശ്രമങ്ങളിലൊന്ന് JKSSS പദ്ധതിയാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് കോളേജ്, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം മുഴുവൻ അവർ സ്പോൺസർ ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിക്ക് 1.2 ലക്ഷം രൂപ വരെ നൽകുന്നു. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ഈ നിശബ്ദ ദയാപ്രവർത്തികൾ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നു. എനിക്ക് കൂടുതൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനാൽ ഞാൻ യൂണിറ്റിലെ
മത അധ്യാപകനുമായി സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മതം എന്താണ്? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യമായി മറുപടി പറഞ്ഞു, സേവാ പരമോ ധർമ്മ, സേവനമാണ് ഏറ്റവും ഉയർന്ന കടമ. അദ്ദേഹം ഒരു ജ്ഞാനവും പറഞ്ഞു, എല്ലാവരും തെറ്റുകൾ വരുത്താറുണ്ട്, എന്നാൽ കുറച്ച് ആളുകളുടെ പ്രവൃത്തികൾ കാരണം ഒരു കൂട്ടത്തെ മുഴുവൻ വിലയിരുത്തുന്നത് എല്ലാത്തിലും വലിയ തെറ്റാണ്. എല്ലായിടത്തും നല്ലവരും ചീത്തയുമായ ആളുകളുണ്ട്. നമ്മൾ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കുൽഗാമിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും 15 കോർപ്സിന്റെ മുൻ കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ DP പാണ്ഡയെ വളരെയധികം ആരാധിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടുമുട്ടുകയും ചെയ്തതായി അദ്ദേഹം പറയുന്നു. ഞാനിത് അദ്ദേഹവുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം അവർക്കൊരു സന്ദേശം അയച്ചു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അന്ധകാരം നിങ്ങളെ വഴിതെറ്റിക്കാൻ അനുവദിക്കരുത്. ഷഹീദ് ലഫ്റ്റനന്റ് ഉമർ ഫയാസിനെ ആളുകൾ ഇപ്പോഴും ഇത്രമാത്രം സ്നേഹിക്കുകയും ഓർക്കുകയും ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ത്യാഗം ഇപ്പോഴും യുവാക്കളെ സൈന്യത്തിൽ ചേരാനും രാഷ്ട്രത്തെ സേവിക്കാനും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. 34 രാഷ്ട്രീയ റൈഫിൾസ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈ ലേഖനം എഴുതിയെങ്കിലും ഇതിലെ ഓരോ വാക്കും ഇന്ത്യൻ സൈന്യത്തിനും കുൽഗാമിലെ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് തങ്ങളുടെ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും, എന്നാൽ അവർ ഭയത്താൽ പിന്നോക്കം നിൽക്കുന്നു. പ്രവർത്തനങ്ങളിൽ സൈന്യത്തിൻ്റെ പങ്ക് മാത്രമേ പലരും കാണുന്നുള്ളൂ. എന്നാൽ അതേ ദൗത്യങ്ങളിൽ സാധാരണക്കാരെ സംരക്ഷിക്കാനും പരിപാലിക്കാനും അവ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നത് വളരെ ചുരുക്കം പേർ മാത്രമാണ് കാണുന്നത്. ഒരു യുവ വിദ്യാർത്ഥി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സൈന്യത്തെ വിശ്വസിക്കുന്നു സാർ, ഞങ്ങൾ സമൂഹത്തെ വിശ്വസിക്കുന്നില്ല. ചിലർ ഒരിക്കൽ പട്ടാളക്കാർക്ക് നേരെ കല്ലെറിഞ്ഞുവെന്ന് പോലും പറഞ്ഞു. എന്നാൽ ഇന്ന് അവർക്ക് സമാധാനം വേണം. അവർ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങളുടെ സൈന്യം നല്ലതാണ്, കാരണം അവരുടെ ഹൃദയം ശുദ്ധമാണ്. ഒരു ദിവസം പ്രായമായ ഒരു മുത്തച്ഛി എന്നെ അവരുടെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ ക്ഷണിച്ചു. സ്നേഹത്തോടെ അത് വിളമ്പിയ ശേഷം അവർ ചോദിച്ചു, ബേട്ട ചായ എങ്ങനെയുണ്ട്? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ദാദി ഇത് വളരെ നല്ല ചായയാണ്. അവർ ഊഷ്മളമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാശ്മീരിൽ ഞങ്ങൾ ചായച്ചു അസൽ എന്ന് പറയുന്നു. ചായ നല്ലതാണെങ്കിൽ എല്ലാം നല്ലതാണെന്നർത്ഥം. പിന്നെ അവർ കൂട്ടിച്ചേർത്തു, 34 രാഷ്ട്രീയ റൈഫിൾസിൽ നിന്നുള്ള നിങ്ങളുടെ CO സാബിനോട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ ചായ കുടിക്കാൻ വരാൻ പറയൂ. ചായ കുടിക്കുമ്പോൾ ചായച്ചു അസൽ എന്ന് പറയാൻ പറയൂ. സ്നേഹത്തോടെ പങ്കുവച്ച ആ ഒരു കപ്പ് ചായ അത് ഒരു ആയുധത്തിനും ഒരിക്കലും പറയാൻ കഴിയാത്തത്ര ഉച്ചത്തിൽ പറയുന്നു. അത് സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. 34 രാഷ്ട്രീയ റൈഫിൾസ് തീവ്രവാദികളോട് പോരാടുക മാത്രമല്ല ചെയ്യുന്നത്, തീവ്രവാദം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു കാലം അവർ സ്വപ്നം കാണുന്നു. ആ വിശ്വാസമാണ് അവരെ തങ്ങളാക്കി മാറ്റുന്നത്. അവരോടൊപ്പം കുൽഗാമിലെ ജനങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം അവരെ കുൽഗാമിലെ സെന്റിനലുകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവർ അതിർത്തികളേക്കാൾ കൂടുതൽ കാവൽ നിൽക്കുന്നു. അവർ പ്രതീക്ഷയെ സംരക്ഷിക്കുന്നു. ശത്രുവിന് ഇരുമ്പ് മുഷ്ടി, ജനങ്ങൾക്ക് വെൽവെറ്റ് കയ്യുറ എന്ന വാക്കുകളിൽ അവർ ശരിക്കും ജീവിക്കുന്നു.